ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇവിടെ കുറച്ച് ഈ ബുദ്ധസന്യാസിമാർ താമസിക്കുന്ന കുറച്ച് ഏരിയ ഇവിടെ ഉണ്ട്. ഒരു ഗ്രാമം ഒരു വില്ലേജ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. സംഭവം ശരിയാണ്. ഇവിടെ വലിയൊരു ഏരിയയിൽ മൊത്തം ഇവർ തന്നെയാണ് കണ്ടത്. അവരുടെ ഹോസ്റ്റലുകൾ അല്ല കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇതൊരു ഹോസ്റ്റലോ കോളേജോ എന്താ കണ്ടാന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളത് വാസ്തവം. പക്ഷേ അത്ര അധികം ഈ ബുദ്ധസന്യാസിമാരെയൊന്നും കണ്ട. അപ്പോൾ ഒരാൾ പോയി. അതേമാതിരി അധികം ബുദ്ധസന്യാസിമാരെയും കാണുന്നില്ല, അധികം മറ്റുള്ള നാട്ടുകാരില്ല അവരെയും കാണുന്നില്ല എന്നുള്ളത്. ഒക്കെ ഒഴിഞ്ഞു കിടക്കണ ഒരു സ്ഥലം മാതിരിയാണ്. കണ്ടമാന ഏരിയ കണ്ട. ഇതൊരു മൊണാസ്ട്രിയാണ്. പക്ഷേ ആ മൊണാസ്ട്രിയുടെ ഒരു ഏരിയയിൽ പോലും അധികം ആൾക്കാർ, അധികം എന്നല്ല ഒരാളെയും കാണില്ല എന്ന് പറയാം. രണ്ടാൾ സ്കൂട്ടറുമെന്ന് വർത്താനം പറയുന്നുണ്ട്. പക്ഷെ അവർ ബുദ്ധൻ്റെ ആൾക്കാരുടെ ബുദ്ധസന്യാസിമാരൊന്നല്ല. ഓട്ടോറിക്ഷയൊക്കെ പോകുന്നുണ്ട്. ഒരു ഗേറ്റ് കാണുന്നുണ്ട് കണ്ട. അവിടെ ഒരുപാട് വീടുകളുണ്ട്. ഇവർ താമസിക്കുന്ന മറ്റൊരു ഗേറ്റ് കണ്ട. അതൊരു മൊണാസ്ട്രിയുടെ ഗേറ്റാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അടച്ചിട്ടേക്കണം. അതിൻ്റെ ഉള്ളിലൊന്നും കയറി നോക്കാനുള്ള വകുപ്പില്ല. പിന്നെ ഇപ്പുറത്ത് നോക്കിയാൽ അവിടെ ഒരു മൊണാസ്ട്രിയുടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവിടെ ഒന്നും ആരും കാണുന്നില്ല. ഒന്ന് ചോദിച്ചു നോക്കാനോ എന്താണ് ഇവിടെ ഒന്ന് കയറി നോക്കാനൊക്കെ ആരെങ്കിലും കാണണ്ടേ. ഒരു മനുഷ്യരില്ല എന്നുള്ളതാണ് ഇവിടെ. ബുദ്ധഭിക്ഷുക്കളായിട്ടും ഇല്ല. ഇനിയിപ്പോൾ നമ്മളെ മലയാളികളോ അല്ലാച്ചെങ്കിൽ മറ്റുള്ള ഇന്ത്യക്കാരെ ആരും കാണുന്നില്ല. രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ അവിടെ നിന്ന് വർത്താനം പറയണം. അവിടുത്തെ ആൾക്കാരാണെന്ന് തോന്നുന്നില്ല. അത് വലിയൊരു മൊണാസ്ട്രിയാണ് ഈ കാണുന്നത്. അത് അവരുടെ ഹോസ്റ്റലോ അല്ലാച്ച മറ്റെന്താണോ എന്നറിയില്ല. പക്ഷെ ഇവരുടെ ഇവിടേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ വീടിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു കളറും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഏകദേശം ഒരേമാതിരി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതൊക്കെ ഇവരുടെ ഒരു ഏരിയയാണ്. ഇതാണ്ട് ഒരു മൊണാസ്ട്രിയിലെ മാതിരത്തെ സ്ഥലങ്ങൾ. ഇത് സത്യത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിനടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. അതായത് നമ്മൾ വയനാടൊക്കെ കഴിഞ്ഞിട്ട് കുശാൽ നഗർ എന്ന് പറഞ്ഞിട്ട് കർണാടക സ്റ്റേറ്റിലാണ് ഈ ഒരു കോളനി ഉള്ളത്. തിബറ്റൻ കോളനി എന്നാണ് ഈ ഒരു സ്ഥലത്തിനെ പറയുക. പക്ഷേ ഈ തിബറ്റൻ കോളനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത് സാധാരണ വേറൊരു സ്ഥലത്തേക്കാണ്. അത് അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു വഴിയിലെത്തിപ്പെട്ടതും ഇങ്ങനത്തെ കുറേ മൊണാസ്ട്രികളും അല്ലാച്ച ഇങ്ങനത്തെ വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടത്. ഇപ്പം ഞാനിവിടെ നിന്ന് ഒരാളെ കണ്ടു. അപ്പോൾ അയാളോട് സംസാരിച്ച് നോക്കുമ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ നമ്മൾ ടൂറിസ്റ്റുകൾക്കോ അല്ലാച്ച മറ്റുള്ള നാട്ടുകാർക്കൊന്നും ഇവിടെ അങ്ങനെ പ്രവേശനമില്ല. അല്ലാച്ച ഇതിൻ്റെ ഉള്ളിൽ കയറാനോ കാണാനോ ഒന്നും അവർക്ക് പ്രവേശനമില്ല. അത് നിങ്ങൾ അവിടെ മറ്റേ തിബറ്റൻ കോളനി എന്നിട്ട് അവിടെ വലിയ ടെമ്പിളും മൊണാസ്ട്രിയൊക്കെ ഉണ്ട്. അവിടെ പോയാലേ നിങ്ങൾക്ക് കാണാൻ പാടുള്ളൂ. അല്ലാച്ചെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ആരും പ്രവേശിക്കുന്നില്ല. പിന്നെ അത്രയും റെക്കമെൻഡൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ കാണാൻ പറ്റുന്നല്ലാണ്ട് പക്ഷേ ഇവിടേക്കൊന്നും ആരും കയറ്റുന്നില്ല. അധികം ഇവരുടെ പ്രൈവറ്റായിട്ടുള്ള ഒരു ഏരിയയാണ്, ഇവരുടേതായിട്ടുള്ള ലോകത്താണിത്. അതുകൊണ്ട് ഇവിടെ അധികം ആൾക്കാർക്കും പ്രവേശനമില്ല എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മളെ ചൈന തിബറ്റിന് അധിനിവേശം ഉണ്ടായപ്പോൾ അവിടുന്ന് ദല്ലിലാമയ്ക്കൊക്കെ അവിടുന്ന് പോരണ്ടെന്ന് കണ്ട. ഇവിടെ വലിയൊരു അവരുടെ ലൈഫ് ചക്രം നോക്കിയാൽ കണ്ട. അതിങ്ങനെ തിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ലൈഫ് ചക്രമാണത്. അത് നമ്മൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം. നമ്മളെ നേപ്പാളിലും കാഠ്മണ്ഡുവിലൊക്കെ കാണാൻ പറ്റും. ഞാൻ പോയപ്പോൾ ഇങ്ങനത്തെ ധാരാളം ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ചൈനീസ് അധിനിവേശം ഉണ്ടായപ്പോൾ ഈ തിബറ്റിൽ നിന്ന് ദല്ലിലാമയൊക്കെ ഇന്ത്യ അവർക്ക് അഭയം കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ഈ തിബറ്റിൽ നിന്നുള്ള ബുദ്ധമത വിശ്വാസികൾ ഇന്ത്യയിൽ വന്നിട്ട് പല സ്ഥലങ്ങളിലും ഇവർക്ക് ഇതേമാതിരിയുള്ള ഒരു കോളനി അനുവദിച്ച് നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ്. അതിലൊരു കോളനിയാണ് ഇപ്പോൾ ഈ കർണാടകത്തിലുള്ള കുശാൽ നഗറിൽ. ഇതുമാതിരി കോയമ്പത്തൂരുണ്ട് ഒന്ന്. അതേമാതിരി ലഡാക്കിൽ പോയാൽ കാണാം. അവിടെ ഹിമാചൽ പ്രദേശിൽ പോയാലും ഇതേമാതിരി. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തും ഇതേമാതിരിയുള്ള തിബറ്റൻസിൻ്റെ കോളനി ഉണ്ട് എന്നുള്ളതാണ്. ഈ തിബറ്റൻ ബുദ്ധസന്യാസിമാരുടെ ആത്മീയ നേതാവായിട്ടുള്ള ദലൈലാമ ഇപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലുള്ള ധർമ്മസ്ഥല എന്ന് പറഞ്ഞിട്ടുള്ള ഇതേമാതിരിയൊക്കെ തന്നെയുള്ള ഒരു കോളനിയിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കുശാൽ നഗറിലുള്ള തിബറ്റൻ കോളനിയിലാണ്. അതായത് ഇവിടെ ഇവരുടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട്, ഫാമിലികളായിട്ടും കുട്ടികളൊക്കെ ആയിട്ട്. അവരുടെ ആശ്രമമാണിത്. ആശ്രമം എന്ന് മാത്രമല്ല വലിയൊരു മൊണാസ്ട്രിയാണ്. ഒരുപാട് ബുദ്ധ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാൻ മാത്രം തന്നെ കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വെച്ചെങ്കിൽ ആ ബുദ്ധവിശ്വാസത്തിൻ്റെ ഒരു ഹിസ്റ്ററിയും ചരിത്രമൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളെ കേരളത്തിൽ നിന്ന് വരുമ്പോൾ വയനാട്ടിലുള്ള മാനന്തവാടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്ററൊക്കെ ദൂരേ ഉള്ളൂ ഈ ഒരു കുശാൽ നഗർ എന്ന് പറഞ്ഞിട്ടുള്ള തിബറ്റൻ കോളനിയിൽ എത്തിപ്പെടാൻ. നമ്മളാ വരുന്ന വഴിയിൽ ആ വില്ലേജിലൊക്കെ കണ്ടില്ലേ, ഒരുപാട് കിലോമീറ്ററോളം നമ്മൾ അതിൽ കൂടെ വണ്ടി ഓടിച്ചു. പക്ഷെ അവിടെ നിന്ന് അധികം ഇതേമാതിരി ബുദ്ധസന്യാസിമാരെയൊന്നും കണ്ടില്ല. അവിടെ അപൂർവം അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരെ കണ്ടുള്ളൂ. പക്ഷേ ഈ മൊണാസ്ട്രിയിലുണ്ട് വന്നപ്പോൾ ഇവിടെ നിറയെ ബുദ്ധസന്യാസികൾ തന്നെയാണ്. പിന്നെ കൂടാതെ കുറച്ച് മലയാളികളാണ് അധികവും വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. മലയാളികൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്.
ഈ ബുദ്ധ സന്യാസിമാരൊന്നും നമ്മളായിട്ടൊന്നും അത്രയധികം കൊണ്ട് ഇൻട്രാക്ട് ചെയ്യാനൊന്നും തയ്യാറില്ല. കാരണം ഞാനൊന്ന് രണ്ടുപേരായിട്ടൊന്ന് മുട്ടി നോക്കിയപ്പോഴും അവരധികം കൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ്. സംഭവം അവർക്ക് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അറിയുന്നുണ്ട്, ആ നിലയിൽ തന്നെയാണ് ഞാനൊന്ന് മുട്ടി നോക്കി. പക്ഷെ അധികം അവരൊന്നോ രണ്ടോ ആൻസർ പറഞ്ഞിട്ട് താപ്പിൽ ഒഴിഞ്ഞ് മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ കാണുന്ന മൊണാസ്ട്രിയിൽ എന്തോ ഒരു പ്രാർത്ഥനയോ എന്തോ വചനമൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാ ബുദ്ധ സന്യാസിമാരും അതിലേക്ക് പോകുന്നുണ്ട്. അതേമാതിരി നമ്മളെ വിസിറ്റേഴ്സൊക്കെ അവിടെ കയറി നോക്കുന്നുണ്ട്. നമുക്കും പോയി നോക്കാം എന്താണ് അവിടെ. ഇവിടെ ഇവരുടെ ജപങ്ങളോ പ്രാർത്ഥനയോ മറ്റോ നടക്കുകയാണ്. നമുക്ക് അടുത്ത ഒരു മൊണാസ്ട്രിയിൽ പോയി നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കാം നമുക്ക്. കണ്ടോ ഇവിടെ കണ്ടോ വലിയൊരു മൊണാസ്ട്രി. അതിൻ്റെ ഉള്ളിൽ മനോഹരമായിട്ടുണ്ട്. ആകെ ചോന്ന പെയിൻറ്റും ചിത്രപ്പണികളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവം എന്ന് മാത്രമല്ല ഇവിടെ ഒരുപാട് പ്രതിമകളുണ്ട് ബുദ്ധ സന്യാസിമാരുടെ. അത് ബുദ്ധൻ്റെ ആണോ എന്നറിയില്ല. പിന്നെ ഇവരുടെ ഈ ബുദ്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഗ്രഹങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലല്ലോ. അത് തന്നെ നമ്മൾ ഈ വിഗ്രഹങ്ങളൊക്കെ ബുദ്ധൻ്റെ വിഗ്രഹങ്ങളായിട്ട് കരുതുകയാണ് സത്യത്തിൽ. കണ്ട അതൊക്കെ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ ബുദ്ധ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദൈവങ്ങളുടെ ഒരു പ്രതിമയാവാനാണ് സാധ്യത. അതേമാതിരി വലിയൊരു സ്തൂപം മാറ്റ സാധനമുണ്ട്, ഗോൾഡൻ പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ളത്. എല്ലാ പ്രതിമകളും ഗോൾഡനാണ്, ഗോൾഡൻ കളറുള്ള അല്ലാച്ചെങ്കിൽ ഗോൾഡ് പ്ലേറ്റഡ് ആണെന്ന് തോന്നുന്നു. വളരെ മനോഹരമായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഇതാണ്. കാരണം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ കിട്ടും. കാരണം വളരെ സൈലൻസ് ആയിട്ടുള്ള ഒരു ഏരിയ, അധികം ആൾക്കാരില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലം. പിന്നെ ഇതാ ഇവിടെ മറ്റൊരു ബുദ്ധക്ഷേത്രം ഉണ്ട്. പക്ഷേ അത് അടച്ചിട്ടേക്ക് ആരും അനുവദിക്കുന്നില്ല ഉള്ളിൽ പോകാൻ. ഇത് അകലെ അവിടെ മറ്റൊരു ബുദ്ധക്ഷേത്രം ഉണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. അതാണ് മെയിനായിട്ടുള്ള ഒരു ബുദ്ധക്ഷേത്രമാണ് ആ കാണുന്നത്. എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോഴാണ് ഒരുപാട് സന്ദർശകരെ കണ്ടത് കേട്ടോ. കണ്ടമാനം സന്ദർശകരുണ്ട്. പക്ഷെ ഇവിടെ ബുദ്ധ സന്യാസിമാരൊന്നും കാണുന്നില്ല. ഇത് നോക്കിയാൽ കണ്ട എന്താ കൂറ്റം പ്രതിമകളാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ട ബുദ്ധപ്രതിമകൾ ഒരു 3 എണ്ണം ഇരിപ്പുണ്ട്. കണ്ട സൂപ്പറായിട്ടുണ്ട്. ഫുൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള പ്രതിമകൾ. അതുമാത്രമല്ല അതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴേ ഭയങ്കര പോസിറ്റീവ് എനർജിയും ഭയങ്കര സൈലൻസ്, പിന്നെ അല്ലേ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ്. കണ്ട അധികം ആൾക്കാർ സംസാരിക്കുകയൊന്നുമില്ലാത്ത വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം. വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിലുണ്ട് വന്നപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക. അതുമാത്രമല്ല അതിൻ്റെ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ ആകെ പെയിൻ്റ് അടിച്ചിട്ടും ചിത്രം വരച്ചിട്ടൊക്കെ ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഇവിടെ എന്തോ പ്രാർത്ഥന നടക്കാൻ പോകാമെന്ന് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ സന്യാസിമാർക്ക് ഇരിക്കാനുള്ള സംഭവങ്ങളും പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തോ പ്രാർത്ഥനയല്ല, എന്തോ ചടങ്ങ് നടക്കാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് കുശാൽ നഗറിലെ തിബറ്റൻ കോളനിയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഒരു കാര്യം കൂടി ഞങ്ങളോട് പറയുന്നു. ഇവിടെ പൊതുവെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ ആൾക്കാർ സന്ദർശിക്കുകയുള്ളൂ. ഇതിൻ്റെ പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് വില്ലേജുകൾ കാണാം, അവരുടെ അതേമാതിരി മൊണാസ്ട്രികളൊക്കെ കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എവർക്കും നന്ദി, നമസ്കാരം. അതാണിത്.